വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഐറ്റമാണ്. കൂട്ടുകറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സദ്യ സ്പെഷ്യൽ ഐറ്റമായ കൂട്ടുകറി എങ്ങനെയാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലയാണ്. കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത് ഒരു കുക്കറിനകത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതികളിലാണ് ഉപയോഗിക്കുന്നത്. മലബാർ ഏരിയയിൽ പ്രത്യേകിച്ചും കറുത്ത കടലയും അതുപോലെ തന്നെ ചേനയും കായയുമാണ് ചേർക്കുന്നത്. ആ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടല കുക്കറിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനിതിവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇവിടെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് 250 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നന്നായി വാഷ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ചേനയാണ്. ചേനയും ഇതേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേന തൊലിയെല്ലാം കളഞ്ഞ് ചതുര കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ കടല ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. 4 വിസിൽ വരുന്ന സമയം വരെയാണ് കടല ഞാൻ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ചേനയുടെയും കായയുടെയും കഷ്ണങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. കടല കുക്ക് ചെയ്തതിൻ്റെ ബാക്കി വെള്ളം അതിനകത്തുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വെജിറ്റബിൾസ് കുക്കായി കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുക്കർ അടച്ച് 1 വിസിൽ വരുന്ന സമയം വരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനായി ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. ഇവിടെ ഞാൻ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 1/4 ഭാഗം മാത്രമാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങ ഞാനിവിടെ ചിരവിയെടുത്തത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ നന്നായിട്ട് വറുത്ത് ചേർക്കുന്നതാണ് നമ്മുടെ കൂട്ടുകറിക്ക് പ്രധാന ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ കൂടുതൽ തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ തേങ്ങ നന്നായിട്ട് കളർ മാറുന്ന സമയം വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ 1 വിസിലിന് ശേഷം ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വെജിറ്റബിൾസും എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ കായയുടെയും ചേനയുടെയും എല്ലാ ഭാഗത്തും ആ തേങ്ങയുടെ കൂട്ട് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ഉപ്പ് പോരാത്തത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചെറുതായി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വറുത്ത തേങ്ങയാണ് നമ്മുടെ കൂട്ടുകറിക്ക് പ്രധാനമായിട്ടുള്ള ടേസ്റ്റ് നൽകുന്നത്. ഇത് നിങ്ങൾ കൂടുതൽ ചേർക്കും തോറും കൂട്ടുകറിക്ക് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 മിനിറ്റ് സമയം കൂടെ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാണ് കൂട്ടുകറിയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ കൂട്ടുകറി കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കൂട്ടുകറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 3 വറ്റൽമുളക് നെടുകെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിത് കൂട്ടുകറിയിലേക്ക് താളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇത് കൂടുതൽ ഇരിക്കുന്ന സമയം ആകുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.